നമസ്കാരം. ഇന്നത്തേത് വർത്തമാനമല്ല, ഒരു കഥയാണ്. കഥ കേൾക്കാൻ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണെന്ന് ഞാൻ ജീവിതം കൊണ്ട് അറിഞ്ഞതാണ്. മുതിർന്നവർക്കും കഥ കേൾക്കാം എന്ന വിചാരമാണ് ഇന്നത്തെ വർത്തമാനം. കഥ പക്ഷേ എല്ലാവരും കേട്ടതാണ്. കഥയുടെ പേര് ലൈല മജ്നൂൻ എന്നാണ്. ലൈലയുടെ കഥ കേൾക്കാത്തവരില്ല. ലൈലയും ഖൈസും തമ്മിലുള്ള പ്രണയകഥ ലോകത്തിന്റെ ഇതിഹാസമായി മാറിക്കഴിഞ്ഞതാണ്. ആ കഥ വിവർത്തനങ്ങളായും സ്വതന്ത്രമായ കാവ്യങ്ങളായും പലരും എഴുതിയിട്ടുണ്ട്. ഒട്ടുമിക്ക ഭാഷകളിലുണ്ട്. കുമാരനാശാന്റെ ലീലയും മദനനും തമ്മിലുള്ള പ്രണയം പോലും ലൈല മജ്നുവിന്റെ നിഴലാണ് എന്ന് വളരെ കൃത്യമായി വായിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം നിരൂപണങ്ങൾ വന്നിട്ടുണ്ട്. അത്തരം ധാരാളം പുനരാഖ്യാനങ്ങൾ പലതരത്തിൽ ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലൈല മജ്നുവിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അത് കഥയാണോ അതോ കവിതയാണോ, ജീവിതമാണോ, ഇതിഹാസമാണോ? അതല്ല, മനുഷ്യർ തമ്മിലുള്ള പ്രണയത്തെക്കാളേറെ അത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ദിവ്യ പ്രണയത്തിന്റെ, ആത്മീയ പ്രണയത്തിന്റെ കഥയാണോ? ആദ്യത്തെ ചോദ്യം, അങ്ങനെ ഒരു ജീവിതം ഭൂമിയിൽ ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ ആ ലൈല മജ്നു എന്ന കാവ്യത്തിന്റെ വേരുകളിലേക്കാണ്. ലൈല മജ്നു എന്ന പേര് വന്നത് ലൈലയും ഖൈസും തമ്മിലുള്ള പ്രണയത്തിൽ ലൈല എന്ന കാമുകി, ഖൈസ് എന്ന കാമുകൻ, പ്രണയാതിരേകത്താൽ മതിഭ്രമം വന്ന് ഭ്രാന്തനായി തീർന്ന ഒരു കാമുകനായിരുന്നു ഖൈസ്. അതുകൊണ്ടാണ് ഭ്രാന്തൻ എന്നാണ് മജ്നൂൻ എന്ന വാക്കിന്റെ അർത്ഥം അറബിയിൽ. അങ്ങനെയാണ് ലൈല മജ്നൂൻ എന്ന് ആ കാവ്യത്തിന് പേര് വന്നത്. തീർച്ചയായിട്ടും കവിയും കാമുകനും ഭ്രാന്തനും തമ്മിൽ ഏതാണ്ട് അന്തരമില്ലാത്ത ഒരു ജീവിവംശമായിട്ടാണ് പൊതുവെ കാൽപ്പനിക ലോകം വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ ഒരു കവി കാമുകനായും പിന്നീട് ഭ്രാന്തനായും ഒരളവോളം ദൈവീകമായ ഒരു ശക്തിയാൽ പ്രചോദിതനായും ഒക്കെ മാറുന്ന അത്ഭുതകരമായ ഒരു കഥയാണ് ലൈല മജ്നുവിന്റെ കഥ. ആ കഥയെക്കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിൽ ജീവിച്ച ഒരു കവിയുടെ കഥയായിരുന്നു, ജീവിതമായിരുന്നു അത്. അന്ന് ആ കവിയല്ല പക്ഷെ അത് എഴുതിയത്. പിൽക്കാലത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു കവി കവിതയായി എഴുതുമ്പോഴാണ് ലോകം മുഴുവൻ അത് അറിയുന്നത്. അങ്ങനെയാണല്ലോ എടപ്പള്ളിയുടെ കഥയാണ് പിന്നീട് ചങ്ങമ്പുഴ കവിതയായി എഴുതിയത്. അങ്ങനെയാണ് എടപ്പള്ളിയുടെ ദുരന്ത കഥ മലയാളത്തിന്റെ വലിയ ഇതിഹാസ മാനമുള്ള കവിതയായി തീരുന്നത്. അങ്ങനെയാണ് എപ്പോഴും മഹാകാവ്യങ്ങൾ പിറക്കുന്നത്. കഥ ഇതാണ്. അറേബ്യയിൽ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ് ഖൈസ് ബിൻ മുലവ്വ. അദ്ദേഹം കാമുകനുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരിയും കാമുകിയുമാണ് ലൈല ബിൻത്ത് മഹദി. ഖൈസ് ബിൻ മുലവ്വയും ലൈല ബിൻത്ത് മഹദിയും തമ്മിലുള്ള പ്രണയകഥയാണ് പിൽക്കാലത്ത് എഴുതപ്പെട്ടത്. അവരുടെ കാലത്തല്ല, 7-ാം നൂറ്റാണ്ടിലല്ല എഴുതപ്പെട്ടത്. 5 നൂറ്റാണ്ട് കഴിഞ്ഞ് പേർഷ്യയിൽ ജീവിച്ചിരുന്ന കവി നിസാമി ഗഞ്ചവിയാണ് ലൈല മജ്നൂൻ എന്ന കാവ്യം എഴുതുന്നത്. അത് 1188-ലാണ്. 12-ാം നൂറ്റാണ്ടിന്റെ ഒടുവിലാണ് ആ കവിത രചിക്കപ്പെടുന്നത്. ആ കവിത പ്രകാരം പറയുന്ന കഥ ഇതാണ്. പേർഷ്യയിലെ ജൂസ് നഗരത്തിൽ സെയ്ദുമ്മർ എന്നൊരു ഇടത്തരക്കാരനായ വ്യാപാരി ഉണ്ടായിരുന്നു, സാധാരണക്കാരനായ ഒരു കച്ചവടക്കാരൻ. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഖൈസ്. ഖൈസിന്റെ കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ ബാല്യകാല സഖിയാണ് ലൈല. ബാല്യകാല സഖി എന്ന് പറഞ്ഞപ്പോൾ ഓർക്കാവുന്ന ഒരു കാര്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി പോലും ലൈല മജ്നുവിന്റെ ഒരു വിദൂരമായ ഛായയുള്ള കഥയാണ് എന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. ലൈലയും ഖൈസും കളിക്കൂട്ടുകാരാണ്. ഒരുമിച്ച് ഒത്തുപള്ളിയിൽ പഠിക്കുന്നവരാണ്. അക്കാലത്ത് മുട്ടിട്ട് വന്ന ഒരു പ്രണയം വല്ലാതെ വൈകാതെ അവർ മുതിരും തോറും നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. ലൈല പക്ഷേ ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ ഒരാളുടെ, ഒരു പ്രമാണിയുടെ പുത്രിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രണയം അറിഞ്ഞതോടെ വീട്ടിൽ വഴക്കും തടസ്സങ്ങളും ഉണ്ടായി. ലൈലയെ പഠിപ്പ് നിർത്തിച്ച്, അതിനിടയിൽ ലൈലയുടെ പ്രണയം അവസാനിപ്പിക്കാൻ അവളെ നജ്ദിലേക്ക്, മറ്റൊരു നാട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും സൗദി അറേബ്യയിലെ റിയാദിന് അടുത്ത് ലൈല മജ്നു എന്നൊരു നാട് തന്നെയുണ്ട്. ലൈലയെ മാറ്റിപ്പാർപ്പിച്ച കാലത്ത് വന്ന് ജീവിച്ചിരുന്ന ബന്ധുവീടുണ്ടായിരുന്ന നാടായിരുന്നു അത്ര. അവിടെ ലൈല കുളിച്ച കുളം എന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലയുടെ കുളമുണ്ട് ഇപ്പോഴും. അങ്ങനെ ലൈല വീട്ടുതടങ്കലിലായി പലപ്പോഴും നാട്ടിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കപ്പെട്ടു. ഖൈസിൽ നിന്ന് അവളെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അവൾ എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഖൈസും നാട് വിട്ടു. അവന് പ്രണയം കൊണ്ട് വിഭ്രാന്തി വന്നു. മജ്നൂൻ എന്ന് നാട്ടുകാരൊക്കെ വിളിച്ചു. പിന്നെ അവൻ നാട്ടിൽ നിന്നില്ല, കാട്ടിലേക്ക് പോയി. കാട്ടിനുള്ളിൽ കടുത്ത ഒരു മുഴുഭ്രാന്തനെ പോലെ ലൈലയെക്കുറിച്ചുള്ള പ്രണയഗീതങ്ങൾ പാടിക്കൊണ്ട് കാവ്യം നിറഞ്ഞ മനസ്സോടെ ഭ്രാന്തമായ ജീവിതം നയിച്ചു വന്നു ഖൈസ്. ആ സമയത്ത് ആണ് ലൈലയെ എങ്ങനെയെങ്കിലും വിവാഹപ്രായം എത്തി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ തലവേദന തീർന്നു കിട്ടുമല്ലോ എന്ന് പിതാവ് തീരുമാനിച്ചു. ആ നാട്ടിലെ രാജകുടുംബാംഗമായ ധനാഢ്യനായ ഒരാൾ, ഇബ്നു സലാഹ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്, അയാൾ ലൈലയെ മോഹിച്ചു. സ്വാഭാവികമായിട്ടും അതിസുന്ദരിയാണ് ലൈല. കാവ്യത്തിൽ പറയുന്നത് പോലെ, കഥയിൽ പറയുന്നത് പോലെ ലൈലയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഇബ്നു സലാഹ് വന്ന് പിതാവിനോട് ചോദിച്ചു, എനിക്ക് ലൈലയെ കല്യാണം കഴിച്ചു തരാമോ? തരാം എന്ന് പിതാവ് വാക്കുകൊടുത്തു. വിവാഹ നിശ്ചയം നടന്നു. ഈ സമയത്താണ് സമാന്തരമായി ഇറാഖിലെ രാജാവായിരുന്ന നൗഫൽ
രാജാക്കന്മാരുടെ അക്കാലത്തെ വിനോദമനുസരിച്ച് നായാട്ടിന് പോയത്. കാട്ടിൽ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്ധകാരം നിറഞ്ഞ കാട്ടിന്റെ ഉള്ളറകളിൽ നിന്ന് എവിടെയോ അതിമനോഹരമായ പ്രണയഗീതങ്ങൾ കേൾക്കുന്നു. നായാട്ട് നിർത്തി രാജാവ് ആ ഗീതത്തിന്റെ ഉറവിടം തേടിപ്പോയി. കാട്ടിനുള്ളിലെ ഒരു പാറക്ക് മുകളിൽ നിന്ന് പ്രണയഗീതങ്ങൾ പാടുന്ന ഭ്രാന്തനായ കൈസിനെ കണ്ടുമുട്ടി. കൈസിന്റെ പാട്ട് മുഴുവനും കേട്ടിരുന്ന് പതുക്കെ അടുത്തുകൂടി കാര്യങ്ങൾ അന്വേഷിച്ചു. കൈസ് പറഞ്ഞു തന്റെ ദുരന്ത കഥ, തനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയിനിയുടെ കഥ പറഞ്ഞു. അന്നേരത്ത് മഹാരാജാവായ നൗഫൽ തീരുമാനിച്ചു, നിനക്ക് നിന്റെ ലൈലയെ വേണമല്ലേ? ഇതാ ഈ നാട്ടിലെ രാജാവായ ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു, അവളെ ഞാൻ നിനക്ക് എത്തിച്ചു തരും. നൗഫൽ രാജാവ് ഉടനെ പുറപ്പെടുന്നു. ലൈലയുടെ നാട്ടിലെത്തുന്നു. ലൈലയുടെ പിതാവിനെ കാണുന്നു. ലൈലയുടെ പിതാവിനെ കണ്ടിട്ട് മറ്റൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ പുത്രി ലൈലയെ എനിക്ക് വേണം എന്ന് നൗഫൽ രാജാവ് ആവശ്യപ്പെടുന്നു. പിതാവ് നിസ്സഹായനായിരുന്നു. പിതാവ് പറഞ്ഞു, പറ്റില്ല, ഒരു കാരണവശാലും എൻ്റെ മകളെ രാജാവ് ആണെങ്കിൽ പോലും അങ്ങേക്ക് തരാൻ നിവൃത്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ സംഭവിക്കുന്നത്, രാജാവ് ലൈലയുടെ പിതാവിനോട് യുദ്ധം ചെയ്യുന്നു. കഴിയുന്നത്ര ഘോരമായ യുദ്ധം, രാജാവിനോട് തിരിച്ചടിക്കാനാവുന്ന വിധം ആ പിതാവും ആ നാട്ടുകാരും ഏറ്റുമുട്ടി. ഒടുവിൽ രാജാവ് തന്നെ ജയിച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് പിതാവ് പറയുന്നത്, ക്ഷമിക്കണം മഹാരാജാവേ, അങ്ങ് ജയിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ മകളെ കൊണ്ടുപോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു, അവളെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങയെ എതിർക്കേണ്ടി വന്നത് എന്ന് പറയുന്നു. അന്നേരത്ത് രാജാവിനൊരു ബോധമുണ്ടാകുന്നു. രാജാവ് പ്രഖ്യാപിക്കുന്നു, യുദ്ധത്തിൽ ആര് ജയിച്ചു എന്നതല്ല പ്രധാനം, കൊടുത്ത വാക്കാണ് പ്രധാനം. ആയുധശക്തിയേക്കാൾ പ്രധാനമാണ് വാക്ക്. അതുകൊണ്ട് വാക്കിനെ ഞാൻ മാനിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ ഇവളെ കല്യാണം കഴിക്കട്ടെ. അങ്ങനെ രാജാവിൻ്റെ കാർമ്മികത്വത്തിൽ വാക്ക് പാലിക്കുക എന്ന ധാർമ്മികതയുടെ ഉത്തരവാദിത്തത്തിൽ ഇബ്നു സലാഹ് തന്നെ ലൈലയെ വിവാഹം ചെയ്യുന്നു. വിവാഹത്തിൻ്റെ ആദ്യ രാത്രി ഇബ്നു സലാഹ് ലൈലയുടെ മണിയറയിലേക്ക് കടന്നു ചെന്നപ്പോൾ ലൈല പറഞ്ഞു, എന്നെ തുടരുത്, ഞാൻ ഖൈസിന്റെ പെണ്ണാണ് എന്നവളുടെ പ്രഖ്യാപനത്തിന് മുമ്പിൽ ഇബ്നു സലാഹ് ഹൃദയം പൊട്ടി മരിച്ചു എന്നാണ്. ആ മണിയറയിൽ ആദ്യത്തെ രാത്രിയിൽ തന്നെ ഭർത്താവായി വന്ന ഇബ്നു സലാഹ് ലൈലയുടെ പ്രണയത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഹൃദയം പൊട്ടി മരിച്ചു. ലൈല വീണ്ടും തടവിലായി. ഖൈസ് വീണ്ടും കാനന സഞ്ചാരിയായി. ഒടുവിൽ ലൈല ഖൈസിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന വാർത്ത പരന്നതോടെ ഒരു പുനഃസമാഗമത്തിന് വേണ്ടി ഖൈസ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരികയാണ്. ഒടുവിൽ അത് സംഭവിക്കുന്നു. രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നു. പക്ഷേ ഈ മതിഭ്രമത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതിയായ സന്തോഷം വന്നാലും മതിഭ്രമം വരും, അതിയായ ദുഃഖം വന്നാലും വരും. വിരഹം കൊണ്ട് മതിഭ്രമം വന്ന ഖൈസ് പക്ഷേ ആ ഭ്രമം മാറിയിട്ട് ലൈലയെ കാണാൻ എത്തിച്ചേരുന്ന ആ മുഹൂർത്തത്തിൽ അവളെ കണ്ട സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് അയാൾക്ക് വീണ്ടും മതിഭ്രമം വന്ന് ഭ്രാന്തനായി നാടുവിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയുന്നു. അത് കണ്ട മനോവ്യഥയിൽ അവനെ പിന്നെയും എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, ഇനി അവൻ എന്നെ തേടി വരില്ലല്ലോ, എന്നെ കണ്ടു കഴിഞ്ഞിട്ടും ഞാൻ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായിട്ടും അവൻ എന്നെ വിട്ടുപോയല്ലോ എന്ന മനോവ്യഥയിൽ ലൈല ഹൃദയം പൊട്ടി മരിച്ചു. ലൈല മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് ഖൈസ് വീണ്ടും ഓടിയെത്തി. അപ്പോഴേക്കും അവളുടെ ഖബറടക്കം കഴിഞ്ഞിരുന്നു. അവളുടെ ഖബറിന്റെ മുകളിൽ മീസാൻ കല്ലിൽ തലയടിച്ച് ഖൈസും മരിച്ചു. അതേ ഖബറിൽ ഖൈസിനെയും മറവ് ചെയ്തു എന്നാണ് കഥ. ഒരേ ശവകുടീരത്തിൽ മറവ് ചെയ്യപ്പെട്ട, ഒരേ ഖബറിൽ ഖബറടക്കപ്പെട്ട രണ്ടാത്മാവുകളായി ലൈലയും ഖൈസും ഒന്നിക്കുന്നു. മരണത്തിന്റെ പിറ്റേന്നെങ്കിലും പ്രണയിനികൾ ഒന്നിക്കുന്ന അത്യപൂർവമായ പ്രണയത്തിന്റെ ദുരന്ത കഥയാണ് ലൈലയുടെ കഥ, ഖൈസിന്റെ കഥ. ഇതാണ് ലൈല മജ്നൂൻ എന്ന കാവ്യത്തിന്റെ കഥ. തീർച്ചയായിട്ടും ഈ കഥ അനേകം പാഠങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. അത് ഈശ്വരനെ തേടി അലഞ്ഞ് ഈശ്വരാനുഭൂതി ഉണ്ടാകുമ്പോൾ അവിശ്വസനീയമായ വിധം മതിഭ്രമം വന്നു പോകുന്ന മനുഷ്യന്റെ കഥയാണ് എന്ന രീതിയിൽ വായിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ പ്രണയത്തിന്റെ തലത്തിലും ഇതിനെ വായിക്കാം. പ്രണയത്തിന്റെ തീവ്രതയാൽ മതിഭ്രമം വന്നു പോകുന്ന കാമുകനായി വായിക്കാം. വിരഹം കൊണ്ട് സഹിക്കാനാവാതെ കരള് പട്ടിപ്പോകുന്ന കാമുകിയുടെ കഥയായിട്ടും വായിക്കാം. മനുഷ്യന്റെ കഥയായും ദൈവത്തിന്റെ കഥയായും വായിക്കാവുന്ന ലോകത്തിലെ ഇതിഹാസമായി തീർന്നൊരു പ്രണയകഥയാണ് ലൈല മജ്നുവിന്റെ കഥ. ആ കഥ ഏവരും ഓർത്തിരിക്കുക, സൗകര്യം കിട്ടിയാൽ വായിക്കുക. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.